രാവിലെ നമ്മൾ 6 കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ധ്യാനിച്ചു. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുവാൻ, ആത്മപകർച്ച സംഭവിക്കാൻ നാം എന്ത് ചെയ്യണം? 1, സമർപ്പണം. 2, ആത്മാർത്ഥമായ നിലവിളിയോടുകൂടിയുള്ള പ്രാർത്ഥന. 3, അവർ ജയിലിൽ വെച്ച് പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ പാട്ട് ഒരു മോശം കാര്യമല്ല. പാട്ടിൻ്റെ ഇടയിലും ആത്മപകർച്ച ഉണ്ടായിട്ടുണ്ട്. പാട്ടും ആത്മപകർച്ചയുമായിട്ട് ബന്ധമുണ്ട്. ആത്മപകർച്ച ഉള്ളിടത്തെല്ലാം പുതിയ പാട്ടുകൾ ജനിക്കുന്നുണ്ട്. ചില പാട്ടുകൾ തന്നെ മാസങ്ങളോളം പാടിയ കഥകളുണ്ട്. അത് ഉണർവിൻ്റെ ഗാനമായി മാറി, അത് വലിയ ചലനമുണ്ടാക്കി. ഒരു പാട്ട് വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ആത്മപകർച്ചയും ആത്മീയ ഗാനങ്ങളുമായിട്ട് നല്ല കണക്ഷനുണ്ട്. ആത്മപകർച്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നിടത്ത് നല്ല ഗായകരുണ്ടാകും. ആത്മീയ ഗീതങ്ങൾ ജനിക്കും. ഗായകരും ഗാനങ്ങളും ജനിക്കട്ടെ. 4ാമത് കണ്ടത് വചന കേൾവിയാണ്. വളരെ ശ്രദ്ധയോടുകൂടെ വചനം കേട്ട കൊർന്നല്യോസിൻ്റെ വീട്ടിൽ എല്ലാവരും വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗികൻ്റെ പോലും പെർമിഷൻ ചോദിക്കാതെ പരിശുദ്ധാത്മാവ് വചനം കേട്ടവരുടെ മേൽ വന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാ വചന ശുശ്രൂഷകളിലും അങ്ങനെ സംഭവിക്കട്ടെ. എല്ലാ ദിവസവും വചന ശുശ്രൂഷയിൽ അത് സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുകയും അത് പ്രാർത്ഥിക്കുകയും അത് പ്രതീക്ഷിക്കുകയും ചെയ്യാം നമുക്ക്. ഹല്ലേലൂയ. 5ാമതായിട്ടൊരു തിരിച്ചറിവ് ഈ വിഷയത്തിൽ ആവശ്യമുണ്ട്. തെറ്റായ അല്ലെങ്കിൽ അറിവില്ലായ്മയുടെ പ്രശ്നം നിമിത്തം ആത്മനിറവ് സംഭവിക്കാതെ പോകുന്നു. അത് പ്രത്യേകം ഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പല്ലോസിനെ പോലെയുള്ള ഒരു ലീഡറുടെ കീഴിൽ വചനം പഠിക്കുകയും വിശ്വാസസ്നാനം സ്വീകരിക്കുകയും ചെയ്തു എങ്കിലും ആത്മസ്നാനം എന്ന കാര്യം അപ്പല്ലോസ് പഠിപ്പിക്കാതിരുന്നതിനാൽ എഫേസോസിലെ ആളുകൾ അത് പഠിച്ചില്ല. അവർ പഠിക്കാതെ എങ്ങനെ പ്രാപിക്കും? അവരറിയാതെ എങ്ങനെ പ്രാർത്ഥിക്കും? മാത്രമല്ല, അതില്ലെങ്കിലും കുഴപ്പമില്ലെന്നൊരു ധാരണ വന്നുപോയാൽ പിന്നെ ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ അവർ പുതിയ ന്യൂ കമേഴ്സായിട്ടുള്ള ആളുകളായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ അവരെ കണ്ടപ്പോൾ തന്നെ ആത്മനിറവിൻ്റെ ഒരു ക്ലാസ് തന്നെ എടുത്തു, 12 പേർക്ക് വേണ്ടി. ആ ക്ലാസ് അവരുടെ മൈൻഡിനെ മാറ്റി. ചിന്താഗതി മാറാതെ നമുക്ക് ആത്മപ്രകാശത്തിലേക്കും പ്രവാഹത്തിലേക്കും വരാനൊക്കത്തില്ല. അങ്ങനെ 12 യൗവനക്കാർ ആത്മസ്നാനം പ്രാപിച്ചു. 6ാമത് നമ്മൾ കണ്ടത് പ്രതിസന്ധികൾ. പ്രഷർ, പല്ലുകടി, കല്ലേറ്, അതൊക്കെ നമ്മൾ വായിച്ചു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ സ്തേഫാനോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അതിനോട് യോജിക്കുന്ന മറ്റൊരു സംഭവം അപ്പോസ്തലപ്രവൃത്തി 4-ലുണ്ട്. നാലിൻ്റെ 5, 6, പിറ്റേന്നാൾ അവരുടെ 8.
പിറ്റേന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരൂശലേമിൽ ഒന്നിച്ചുകൂടി. മഹാപുരോഹിതനായ ഹന്നാവും കയ്യഫാവും യോഹന്നാനും അലക്സന്തരും മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെയും ഉണ്ടായിരുന്നു. ഇവർ അവരെ നടുവിൽ നിർത്തി, ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിച്ചു. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ഇതും ഒരു പ്രഷറാണ്, ഇതൊരു പ്രതിസന്ധിയാണ്, മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ്, എന്ത് ചെയ്യണമെന്നറിയാത്തൊരു സിറ്റുവേഷനാണ്. പത്രോസ് പൊതുവെ ഒരു ധൈര്യശാലിയല്ല. നമ്മൾ അപ്പൊല്ലോസിനെ കുറിച്ച് വായിച്ചതുപോലെ ഒരു വാഗ്മിയും അല്ല. തിരുവെഴുത്തിൽ സാമർഥ്യമുള്ള അപ്പൊല്ലോസിനെ കുറിച്ച് വായിച്ചതുപോലെ അത്ര സാമർഥ്യമുള്ള ആളും അല്ല. വാഗ് വൈഭവം ഉള്ള ആളല്ല, ധൈര്യക്കുറവുള്ള ആളാണ്. ഒരു പേടി തൻ്റെ ഉള്ളിലിങ്ങനെ തന്നെ അലട്ടുന്ന ഒരു നേച്ചറാണ് പുള്ളിക്ക്. എന്നാൽ ഉത്സാഹമുണ്ട്, നല്ല നല്ല തീരുമാനങ്ങളെടുക്കും, പ്രസ്താവിക്കും, അതൊക്കെ ശരിയാണെങ്കിലും പെട്ടെന്ന് ഭയപ്പെട്ടു പോകുന്ന ഒരു മാനസിക അവസ്ഥയാണ് പത്രോസിനുള്ളത്. ഇങ്ങനെയുള്ള അവസ്ഥയിലിരുന്ന ഈ മനുഷ്യന് കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മാറ്റം സംഭവിച്ചു. ആ മാറ്റമെന്ന് പറയുന്നത് പെന്തക്കോസ്ത് നാളിലെ അനുഭവമാണ്. ആ അനുഭവം ആ മനുഷ്യനെ മാറ്റിമറിച്ചു. തനിക്ക് തന്നെ തന്നോട് മതിപ്പ് വർദ്ധിച്ചു. സ്തോത്രം, 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 സ്തോത്രം. നമുക്ക് നമ്മോട് മതിപ്പ് വർദ്ധിക്കും നാം ആത്മാവിൽ നിറയുമ്പോൾ. നമ്മുടെ പ്രാപ്തിയിലപ്പുറം നാം ഇഫക്റ്റീവായി മാറും. എല്ലാ മേഖലയിലും ഇഫക്റ്റീവായി മാറും. എവിടെയും തോൽക്കാത്ത ഒരു മനസ്സിൻ്റെ ഉടമയായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ് ഇതാ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു ചില ദിവസങ്ങൾ പുറകിലോട്ട് പോവുക, യേശു ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യുന്നു. പത്രോസിന് ഭയങ്കരമായ സ്നേഹമുള്ളതുകൊണ്ട് പത്രോസ് പുറകെ പോയി. പുറകെ ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക സ്ഥലം വന്നപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പത്രോസിനെ തടഞ്ഞു. എന്നാൽ യോഹന്നാനെ തടഞ്ഞില്ല. യോഹന്നാൻ അവിടെ അല്പം ബന്ധമുള്ള ആളുകളുണ്ട്. അങ്ങനെ ഒറ്റപ്പെട്ടവനായി പത്രോസ് അവിടെ നിന്നു. മഞ്ഞ് വീഴുന്ന രാത്രി, തണുപ്പ് അസഹനീയമായപ്പോൾ തീ കത്തിച്ച് തണുപ്പ് മാറ്റുന്ന കുറച്ച് മനുഷ്യരെ കണ്ടു. അതൊക്കെ തണുപ്പ് നാടുകളിൽ സ്ഥിരം സംഭവങ്ങളാണ്. അവിടെ പോയി ഒന്ന് നിൽക്കാം, കൈയൊന്ന് ചൂടാക്കാം, കാലൊന്ന് ചൂടാക്കാം. വേണ്ടത്ര കമ്പിളി വസ്ത്രങ്ങളില്ലാത്ത ഒരു പ്രീ പ്ലാൻഡ് അല്ലാത്ത ഒരു യാത്രയായതുകൊണ്ട് ആ തീ കായുന്നിടത്ത് പോയി അദ്ദേഹം നിന്നു. അവിടെ നിൽക്കുമ്പോൾ ആ ഇരിക്കുന്ന കൂട്ടത്തിലെ ചില സ്ത്രീകൾ ഈ മനുഷ്യനെ തിരിച്ചറിഞ്ഞിട്ട് പറഞ്ഞു, ഇവൻ യേശുവിൻ്റെ കൂടെയുള്ളവനാണ്. അപ്പോൾ അവൻ പറഞ്ഞു, അല്ല. ഉടനെ അവർ പറഞ്ഞു, അവൻ്റെ സംഭാഷണം കേട്ടോ, അതിൽ നിന്ന് നമുക്ക് അറിയാമെന്ന് പറഞ്ഞു. എങ്ങനെയാണ് സംഭാഷണം കേട്ടാൽ അറിയുന്നത്? എൻ്റെ ഒരു നിഗമനം പറയാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ അറിയുന്നില്ല. രക്തത്താൽ ജയം, ഞാൻ അറിയുന്നില്ല. ഇങ്ങനെയായിരിക്കും പത്രോസ് പറഞ്ഞത്. കാരണം ഉള്ളിൽ പേടിയുണ്ട്. കർത്താവിനെ
തള്ളിക്കളയാനൊന്നും പത്രോസിനും അല്പം പോലും പ്ലാനില്ല, ആഗ്രഹവുമില്ല. പത്രോസ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്തിനാണെന്നറിയാവോ? കർത്താവിനെ കാണാനാണ്. അത്രയ്ക്ക് സ്നേഹമാണ്, ഹൃദയത്തിലാണ് സ്നേഹം. അപ്പം താൻ മനസ്സിലാക്കിയെടുത്തോളം ഇവരെ പറ്റിക്കാം, ഞാൻ അറിയുന്നില്ലെന്ന് ഇവരോട് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ആ ഒരു ചിന്തയിൽ താൻ അവിടെ നിൽക്കാതെ അങ്ങ് ഓടിപ്പോവുകയാണെങ്കിൽ വിഷയമില്ല, ഇതൊന്നും പറയേണ്ടി വരില്ല. പക്ഷേ തനിക്ക് പോകാൻ വയ്യ, യേശു അവിടെ നിൽക്കുന്നതുകൊണ്ട്. ഇങ്ങനെ ഭീരുത്വത്താൽ അടിമപ്പെട്ടു പോയ ഈ മനുഷ്യൻ പെന്തക്കോസ്ത് നാളിന് ശേഷം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. യേശുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പതറിപ്പോയ മനുഷ്യൻ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. മതകോടതിയുടെ മുമ്പിൽ നിൽക്കുന്നു, ചോദ്യം ചെയ്യുന്നു. വാക്യമേട്ട് പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ശ്രദ്ധിക്കേണ്ട കാര്യം, പാട്ടുപാടിയില്ല, കൈകൊട്ടിയില്ല, വചനം പറഞ്ഞില്ല, മറ്റൊരാൾ തലേ കൈവച്ച് പ്രാർത്ഥിച്ചില്ല. ഇച്ചിരൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒരു അന്തരീക്ഷമില്ല. ആകെയുള്ള അന്തരീക്ഷം എന്ന് പറയുന്നത് ഭയത്തിൻ്റെ അന്തരീക്ഷമാണ്, വിമർശനത്തിൻ്റെ അന്തരീക്ഷമാണ്, എതിർപ്പിൻ്റെ അന്തരീക്ഷമാണ്. നമ്മളെല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിലേ ആത്മവ്യാപാരം ഉണ്ടാകത്തുള്ളൂ എന്നാണ്. എന്നാൽ അല്ലാതെയും സംഭവിക്കാം. ഈ സമയത്ത് പത്രോസ് എന്ത് ചെയ്തു കാണും? പത്രോസ് കണ്ണടച്ചു, ഉയരത്തിലേക്ക് മനസ്സ് തിരിച്ചു. ഒരു പക്ഷേ തനിങ്ങനെ പ്രാർത്ഥിച്ചു കാണും, കർത്താവേ, പെന്തക്കോസ്ത് നാളിലെ അനുഭവം ഒന്നുകൂടെ തരണേ. ഇതിനെല്ലാം ഒരു സെക്കൻഡിൽ കൂടുതൽ എടുത്തിട്ടില്ല. പെട്ടെന്ന് താൻ സ്പിരിറ്റ് കൺട്രോൾഡായി. സ്പിരിറ്റ് കൺട്രോൾഡായി. അവൻ്റെ ഭയം മാറിപ്പോയി, അവൻ്റെ അധൈര്യം മാറിപ്പോയി, അവൻ്റെ കൺഫ്യൂഷൻ മാറിപ്പോയി, അവിശ്വാസം മാറിപ്പോയി. അവൻ വാ തുറന്ന് ശക്തിയോടെ സംസാരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ സഹായം, ആത്മപകർച്ച എത്രയോ ശ്രേഷ്ഠമാണ്, എത്രയോ അവൈലബിളാണ്. നമുക്ക് പലരെയും പലയിടത്തും അവൈലബിൾ അല്ല. എന്നാൽ ഹോളി സ്പിരിറ്റ് എല്ലായിടത്തും അവൈലബിൾ ആണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ചിത്രം, ആ രംഗം ഒന്ന് മനസ്സിലൊന്ന് കണ്ടേ. വളരെ പ്രഷർ അവനെ അലട്ടുന്നുണ്ട്. അതിനൊന്നും മനഃശാസ്ത്ര ചികിത്സ കൊണ്ടൊന്നും അന്നേരം പരിഹാരം കിട്ടത്തില്ല. ഒരൊറ്റ വഴിയേ ഉള്ളൂ, പരിശുദ്ധാത്മ പകർച്ച ഉണ്ടാകണം. എന്നാൽ ശ്രദ്ധിക്കുക, തീ കായുന്ന സ്ഥലത്ത് വെച്ച് എന്തേ അതുണ്ടായില്ല? തീ കത്തിച്ച് തണുപ്പ് മാറ്റുന്ന മനുഷ്യരുടെ അടുക്ക പോയി തീ കായാൻ വേണ്ടി നിന്ന പത്രോസ് അന്നേരം എന്തുകൊണ്ട് ആത്മാവിലായില്ല? ഒറ്റ ഉത്തരവേ ഉള്ളൂ, അവൻ ആത്മസ്നാനം പ്രാപിച്ചിരുന്നില്ല. അന്ന് വരെ പരിശുദ്ധാത്മാവ് ആ നിലയിൽ ഭൂമിയിൽ വന്നിരുന്നില്ല. അവൻ അല്പം പോലും താല്പര്യമില്ല യേശുവിനെ തള്ളിപ്പറയാൻ. ശ്രദ്ധിക്കുക, ആത്മനിറവ് പ്രാപിച്ചു കഴിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും,
ആത്മനിറവ് നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. അത് ദൂരെ അല്ല, അത് നമ്മളിലുണ്ട്. അതൊന്ന് ഓപ്പറേറ്റ് ചെയ്താൽ മതി, അതൊന്ന് ഓൺ ചെയ്താൽ മതി. നിലവിലുള്ള അന്തരീക്ഷത്തെ പരിശുദ്ധാത്മാവ് ടേക്ക് ഓവർ ചെയ്യും. നിലവിലുള്ള സ്ഥിതിയെ ആത്മാവ് കൺട്രോൾ ചെയ്യും. എന്തേ തള്ളിപ്പറഞ്ഞ സ്ഥലത്ത് ആ അനുഭവം ഉണ്ടായില്ല? അങ്ങനെ ഒരു അനുഭവത്തെക്കുറിച്ച് തനിക്ക് അറിയുക പോലുമില്ല. പരിശുദ്ധാത്മാവ് ആ നിലയിൽ പ്രവർത്തി തുടങ്ങിയിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ തനിക്ക് ഈ അനുഭവം ഉണ്ടായതുകൊണ്ട് തനിക്ക് മനസ്സിലായി, പരിശുദ്ധാത്മാവാണ് ഏറ്റവും അടുത്ത പങ്കാളി. പരിശുദ്ധാത്മാവാണ് ഹെൽപ്പർ. പരിശുദ്ധാത്മാവാണ് കംഫർട്ടർ. പരിശുദ്ധാത്മാവാണ് കമ്പാനിയൻ. പരിശുദ്ധാത്മാവാണ് സ്ട്രെങ്തനർ. ഇതെല്ലാം തിരിച്ചറിവോടുകൂടെ താൻ ദൈവത്തെങ്കിലേക്ക് നോക്കിയപ്പോൾ മതകോടതിയുടെ അകത്ത് വെച്ച് ആത്മാവിലായി. നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങളുടെ അഭിഷേകത്തെ തടയുകയില്ല, അതിനെ ജ്വലിപ്പിക്കും. സാഹചര്യത്തെ നിങ്ങൾ കീഴടക്കും. നിങ്ങളുടെ മേൽ ആത്മാവ് വരാൻ നിങ്ങൾ അനുവദിച്ചാൽ, നിങ്ങൾ ഹൃദയം തുറന്നാൽ, ഏൽപ്പിച്ചു കൊടുത്താൽ, അന്തരീക്ഷത്തെ മുഴുവനും പരിശുദ്ധാത്മാവ് അങ്ങ് ഏറ്റെടുക്കും. അന്തരീക്ഷമാകെ മാറുന്നത് കാണാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങളെ അലട്ടുന്ന അസ്വസ്ഥതകൾ, പ്രഷർ, ടെൻഷൻ, ഭയം, വരൾച്ച, പ്രാർത്ഥനാക്കുറവ്, മടുപ്പ്, ഉന്മേഷക്കുറവ് എല്ലാം മാറാനായിട്ട് സെക്കൻഡുകൾ മതി. സെക്കൻഡുകൾ മതി. ആത്മാവിന് വേണ്ടി ഒന്ന് തുറന്നു കൊടുത്താൽ മതി. ആത്മാവിന് വേണ്ടി ഒന്ന് സ്പേസ് ഉണ്ടാക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് അന്തരീക്ഷം മാറും. ഹല്ലേലൂയ. താൻ ഒരിക്കൽ ഭയപ്പെട്ട ജനത്തോട് താൻ ശക്തിയോടെ സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചപ്പോൾ അവർ പേടിച്ചുപോയി. വാക്യം 13 ഞാൻ വായിക്കാം. യഹൂദന്മാരായ പരീശന്മാരായ മൂപ്പന്മാരായ ആളുകൾ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും അവർ വിദ്യാഭ്യാസമില്ലാത്തവരാണെന്ന് ഇവർക്ക് അറിയാവുന്നതുകൊണ്ടും വെറും സാധാരണക്കാരിൽ ആവറേജിൽ താഴെയുള്ള ആളുകളാണെന്ന് ഇവർക്ക് അറിയാവുന്നതുകൊണ്ടും എന്തുകൊണ്ടും ഇവരെക്കാൾ പഠിത്തത്തിൻ്റെ കാര്യത്തിലും ലോകജ്ഞാനത്തിൻ്റെ കാര്യത്തിലും ധൈര്യത്തിൻ്റെ കാര്യത്തിലും പുറകിലാണെന്ന് അറിയാവുന്നത് കൊണ്ട് ഇവരിൽ വന്ന മാറ്റം പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അവർക്ക് മാറ്റം വന്നു. അവർക്ക് മാറ്റം വന്നുവെന്ന് അവരറിഞ്ഞു. അവർക്ക് മാറ്റം വന്നുവെന്ന് മറ്റുള്ളവരറിഞ്ഞു. ആത്മപകർച്ച നമ്മെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മശക്തി അന്തരീക്ഷത്തെ മാറ്റുന്നു. സഹോദരിമാരെ, സഹോദരന്മാരെ, യൗവനക്കാരെ, ഇതിന് തുല്യം മറ്റൊന്നില്ല. ഏത് സാഹചര്യത്തിലും ബലത്തോടെ നിൽക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ. അപ്പോൾ സ്തെഫാനോസിന് മാത്രമല്ല, പത്രോസിനും ഈ അനുഭവം ഉണ്ട്. ഇതുകൂടാതെ ആത്മപ്രവാഹമുണ്ടായത്, ആത്മപകർച്ചയുണ്ടായത് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ്.
അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ അത് നിങ്ങൾക്ക് കാണാം. 7-ാമത്തെ കാര്യം, 8-ാമത്തെ അധ്യായത്തിൽ, അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. ഇപ്പോൾ വായിച്ചത് 8:14. ആ കാലത്ത് ഇങ്ങനെയായിരുന്നു. കുറച്ച് മനുഷ്യർ വചനം കേട്ടു, വിശ്വസിച്ചു എന്നറിഞ്ഞാൽ പിന്നെ അടുത്ത പടി എന്ന് പറയുന്നവരെ ആത്മസ്ഥാനത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. ഇത് ലീഡേഴ്സിൻ്റെ ഉത്തരവാദിത്വമാണ്. ലീഡേഴ്സ് അതിന് പ്രയോറിറ്റി കൊടുത്തിരുന്നു. ഫിലിപ്പോസാണ് ഈ സ്ഥലത്തെ ഉപദേശി, പാസ്റ്റർ. ഫിലിപ്പോസ് പ്രാർത്ഥിച്ചാൽ മതി എങ്കിലും ഫിലിപ്പോസ് ലീഡേഴ്സിനെ അറിയിച്ചു. അതെല്ലാം ഒരു വിധേയത്വത്തിൻ്റെയും നിയോഗത്തിൻ്റെയും ഒക്കെ കാര്യങ്ങളാണത്. സഭ ഒരുമിച്ച് പോകുന്ന ഒരു സംവിധാനമാണ്. ഒരാൾക്ക് ഇല്ലാത്ത കൃപ മറ്റൊരാൾക്കുണ്ട്. ഒരാൾ ചെയ്യാത്ത ശുശ്രൂഷ മറ്റൊരാൾ ചെയ്യും. ഒരുമിച്ച് നിന്നാൽ വലിയ കാര്യങ്ങൾ നടക്കും. പെട്ടെന്ന് ഫിലിപ്പോസ് പത്രോസിനെ അറിയിച്ചു, യോഹന്നാനെ അറിയിച്ചു. എന്താ അറിയിച്ചത്? ശമര്യയിലൊരു റിവൈവൽ നടക്കുന്നു, ഒത്തിരി പേര് സ്നാനപ്പെടുന്നുണ്ട്, അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, രോഗികൾ സൗഖ്യമാവുന്നുണ്ട്. ഇവിടെയൊന്ന് വന്നാൽ നല്ലതാണ് എന്ന് പറഞ്ഞ് സീനിയർ ലീഡേഴ്സിനെ വിളിച്ചു വരുത്തുന്നു. അവർ വരുന്നു. അവർ വന്നിട്ട് ഈ പുതിയ ശിഷ്യന്മാർക്ക് വേണ്ടി, പുതിയ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് നാം കാണുന്നു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇങ്ങനെയൊരു ശുശ്രൂഷയുണ്ട്. പരിശുദ്ധാത്മാവ് ലഭിക്കാൻ പ്രാർത്ഥിക്കാം. ആര് പ്രാർത്ഥിക്കണം? അഭിഷേകമുള്ളവർ പ്രാർത്ഥിക്കണം. അഭിഷേകം ഉള്ളവർ പ്രാർത്ഥിക്കണം. ആത്മനിറവുള്ളവർ, ആത്മനിറവ് പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയിരിക്കണം. സ്തോത്രം, 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 സ്തോത്രം. ഇതാണ് ടെക്സാസിലുള്ള ബൈബിൾ കോളേജിൽ 100 കൊല്ലം മുമ്പ് നടന്നത്. ചാൾസ് എന്നു പേരുള്ള പാസ്റ്റർ ബൈബിൾ സ്കൂളിലെ കുട്ടികൾക്ക് ഒരു അസൈൻമെൻ്റ് കൊടുത്തു. അപ്പോസ്തല പ്രവർത്തികൾ വായിക്കാൻ പറഞ്ഞു. വായിച്ചിട്ട് അതിൽ നിന്ന് നിങ്ങൾ ഹോളി സ്പിരിറ്റിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചൊരു അസൈൻമെൻ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു. എന്നിട്ട് പാസ്റ്റർ ചാൾസ് എവിടെയോ പോയി. ചില ദിവസങ്ങൾക്ക് ശേഷം മടങ്ങി വന്നപ്പോൾ അസൈൻമെൻറ്റുകൾ സ്വീകരിക്കുന്ന കൂട്ടത്തിൽ ഒരു പെൺകുട്ടി പറഞ്ഞു, ഞാൻ എഴുതിയില്ല സാർ, ഞാൻ ഈ 8-ാം അധ്യായത്തിൽ വന്നപ്പോൾ അവിടെ നിർത്തി. സാർ ചോദിച്ചു, എന്തു പറ്റി? 8-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം കാണിച്ചു കൊടുത്തു. അപ്പോസ്തലന്മാർ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിച്ചു. ഈ ഹിസ്റ്ററി പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അത് സംഭവിക്കണം. പണ്ട് നടന്നു എന്നുള്ളതല്ല കാര്യം, ഇന്ന് നടക്കുമോ എന്നുള്ളതാണ് കാര്യം. സ്തോത്രം, 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 സ്തോത്രം. പലരും ഇങ്ങനെ ചരിത്രം വായിച്ചു പോകത്തേ ഉള്ളൂ. ഞങ്ങളുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞങ്ങളിപ്പോൾ ആരെങ്കിലും, ഞങ്ങൾ 2 പേരേ ഉള്ളിപ്പോൾ. അപ്പോൾ ഒരു വേദഭാഗം വായിച്ചാൽ ഒത്തിരി വായിക്കുകയില്ല, വായിച്ചത് പ്രാക്ടീസ് ചെയ്യാൻ ഒന്ന് ഉത്സാഹിപ്പിക്കും.
തുടങ്ങിയിട്ട് ഒരു മാസമേ ഉള്ളൂ. അപ്പോൾ വൈഫ് വായിച്ചു. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. ഞാൻ പറഞ്ഞു, നിർത്തിക്കേ, സത്യമാണോ പറഞ്ഞേ? അല്ല, അങ്ങനെ ചിന്തിച്ചില്ല. എന്നാൽ പിന്നെ ഇങ്ങനെ വായിച്ചാൽ മതി. ദാവീദ് യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു. അങ്ങനെ വേണം പറയാൻ, എന്നാണോ ഒരിക്കലും പറയരുത്. അതുകൊണ്ട് ഞാനെന്ന് പറയുകയാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യണത്, അതെ കർത്താവേ, നീ എൻ്റെ കർത്താവാണ്. ഇത് എത്ര പ്രാവശ്യം പറയണം? എത്ര പറഞ്ഞാലും കൂടുതലല്ല. ഇത് പറയുന്നതാ പിശാചിന് ഏറ്റവും വിരോധം. ഇത് പറയുന്നതാണ് സാത്താനെ വിറപ്പിക്കുന്ന കാര്യം. പ്രാക്ടീസ് ചെയ്യാണ്, കൊച്ചു കൊച്ചു കാര്യങ്ങളേതൊക്കെ. അങ്ങനെ ഒന്നാം ഭാഗം വിജയിച്ചു. ഞാൻ പറഞ്ഞു, രണ്ടാമത്തേതോ, കർത്താവെ അങ്ങൊഴികെ എനിക്കൊരു നന്മയുമില്ല. അങ്ങനെ പറയാമോ? ദാവീദ് അങ്ങനെ പറഞ്ഞു, നമുക്കങ്ങനെ പറയാം. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആഗ്നസ് എന്ന പെൺകുട്ടി പറഞ്ഞു, പത്രോസ് കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. അതുകൊണ്ട് കാര്യമില്ല. അത് ശമരിയിലാണ്. ഹ്യൂസ്റ്റണിൽ ഇത് സംഭവിക്കണം. പത്രോസ് ഇവിടെ ഇല്ല, പാസ്റ്റർ ചാൾസ് ഇവിടെയുണ്ട്. കൈവയ്ക്കണം. നിങ്ങൾക്ക് കേൾക്കണോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് വരെ ആർക്ക് വേണ്ടി കൈവച്ചിട്ടില്ല. എനിക്ക് കൈവച്ച് പ്രാർത്ഥിക്കാൻ അറിയില്ല. ഇന്നും അങ്ങനെയുള്ള ധാരാളം പേരുണ്ട്. ഇതെല്ലാം ബൈബിൾ എല്ലാവർക്കും ഉണ്ട്. ഇത് തന്നെയാണ് എല്ലായിടത്തും, ഒരു മാറ്റവും ഇല്ല. പക്ഷെ കൈവച്ച് പ്രാർത്ഥിക്കാൻ ആളില്ല. ആ സഹോദരി നിർബന്ധിച്ചു, പെൺകുട്ടി നിർബന്ധിച്ചു. പ്രായം കുറവാണ് അവൾക്ക്. സാർ പ്ലീസ്, നിങ്ങളൊന്ന് കൈവയ്ക്കുക, ദൈവം ചെയ്യും. 100 കൊല്ലം മുമ്പ് പെന്തക്കോസ്തിൻ്റെ ഒന്ന് മങ്ങിക്കിടന്നിടത്ത് ഒരു കാറ്റടിച്ച വേളയാണത്. ആ മനുഷ്യൻ കൈവച്ചു, ആ കുട്ടി ആത്മാവിൽ നിറഞ്ഞു. ആ ക്ലാസ്സിലുണ്ടായിരുന്ന 24 പേരും ആത്മാവിൽ നിറഞ്ഞു. അന്യഭാഷ തെളിവായി സംസാരിച്ചത് ഈ ആഗ്നസാണ്. കൈവയ്ക്കാൻ അറിയാത്ത ഉപദേശിയെ കൊണ്ട് കൈവെപ്പിച്ചു. ഇങ്ങനെ ബൈബിൾ കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന വലിയ വലിയ ആളുകളുണ്ട്. പക്ഷേ അവർക്ക് പഠിപ്പിക്കാനേ അറിയത്തുള്ളൂ. അവരിത് അനുഭവിക്കുന്നില്ല, വേറൊരാൾക്ക് പകർന്നു കൊടുക്കാനും പറ്റുന്നില്ല. സ്കൂട്ടർ പഠിപ്പിക്കാൻ പോയ ഒരു കഥയുണ്ട്. അങ്കിള് സഹോദരിയുടെ മകനോട് പറഞ്ഞു, നീ ഇങ്ങനെ എപ്പോഴും ഓട്ടോറിക്ഷ പിടിക്കാതെ സ്കൂട്ടർ എടുക്കുക, വീട്ടിൽ സ്കൂട്ടർ ഇല്ലേ ഓടിക്കാൻ. അവൻ പറഞ്ഞു, എനിക്ക് ലൈസൻസും ഇല്ല, ഓടിക്കാൻ അറിയത്തില്ല. അങ്കിൾ പറഞ്ഞു, ഞാൻ പഠിപ്പിക്കാം. അങ്കിൾ അവനോട് പറഞ്ഞു, ഇത് നീ ക്ലച്ച് പിടിച്ചിട്ട് ന്യൂട്രലാക്കണം. ആക്കി കിക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ കിക്ക് ചെയ്തപ്പോൾ സ്റ്റാർട്ടായി. അങ്കിൾ പറഞ്ഞു, ഞാൻ പുറകിലിരിക്കാൻ പറഞ്ഞുതരാം. കയറിയിരുന്നു, കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. 1-2 മിസ്റ്റേക്കൊക്കെ വന്നെങ്കിലും ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അവൻ ഓടിക്കാൻ പഠിച്ചു. പതുക്കെ പോയി. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇങ്ങനെ പോയി. ഒരു 3-4 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ അവിടെ ഒരു സ്ഥലത്ത് ഒന്ന് ഇരുന്ന് വിശ്രമിച്ചിട്ട് തിരിച്ചു പോരാൻ നേരത്ത് ഈ മകൻ അങ്കിളിനോട് പറഞ്ഞു, തിരിച്ചു പോകുമ്പോൾ അങ്കിൾ ഓടിക്കുക. അങ്കിൾ പറഞ്ഞു, മോനെ അതിനല്ല, നിന്നെ പഠിപ്പിക്കാനല്ലേ വന്നേ. അവൻ നിർബന്ധിച്ചപ്പോൾ പുള്ളി ഉള്ള സത്യം പറഞ്ഞു, എനിക്ക് പഠിപ്പിക്കാനേ അറിയത്തുള്ളൂ, എനിക്ക് ഓടിക്കാൻ അറിയത്തില്ല. ഇങ്ങനെയുള്ള ഒത്തിരി പേര് ഈ കാലത്തുണ്ട്. അവർ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ലേഖനം എഴുതും, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ക്ലാസ് എടുക്കും, പക്ഷെ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുന്നില്ല. സ്തോത്രം, 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 സ്തോത്രം. ചാൾസ് പെർഹാവിനോട് ആഗ്നസ് ഓസ്മാൻ പറഞ്ഞു, സാർ നിങ്ങൾ കൈവയ്ക്കണം.
അങ്ങനെ ഒരു പെങ്കൊച്ച് റിസ്ക് എടുത്തത് കൊണ്ടാണ് ഈ കാണുന്ന ഉണർവുകളെല്ലാം ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടത്. ഏതൊരു ഉണർവും 100 കൊല്ലം കൊണ്ട് പുനരാരംഭിച്ചില്ലെങ്കിൽ കെട്ടുപോകുമെന്നാണ് പറയുന്നത്. വീണ്ടും ഒരു ആത്മപകർച്ചയുടെ കാലം വന്നു. അത് പഴയതിനേക്കാൾ ഡബിളായിട്ട്, ഇരട്ടിയായിട്ട് നമ്മുടെ സഭകളിലും നമ്മുടെ ദേശങ്ങളിലും സംഭവിക്കട്ടെ, നമ്മുടെ കുട്ടികളിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. കൈവച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ അവർ ആത്മാവിൽ നിറഞ്ഞു. വാസ്തവത്തിൽ പരിശുദ്ധാത്മ പകർച്ചയുടെ ഏറ്റവും ഫണ്ടമെൻ്റലായ ഒരു ഭാഗമാണ് 8-ാം അധ്യായം. ഒന്ന് നോക്കിയേ, 18-ാം വാക്യം. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശിമോൻ കണ്ടാറേ. ഒരു ചോദ്യം, ശിമോൻ എന്തു കണ്ടു? കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിച്ചത്. എന്തായിരിക്കും കണ്ടത്? കാണാവുന്ന പോലെയാണോ വരുന്നത്? കൈവയ്ക്കുന്നത് കണ്ടു. അവിടെ എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് ലഭിച്ചത് കണ്ടെന്നാ. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? അതെ. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശിമോൻ കണ്ടാറേ. കണ്ടു. ഇങ്ങനെ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാ പകർച്ച രഹസ്യത്തിലല്ല, അത് അടുത്തിരിക്കുന്നവർക്ക് കാണാം. പരിശുദ്ധാത്മാവിനെ കാണാൻ പറ്റിയല്ല, പക്ഷെ പരിശുദ്ധാത്മാവ് വന്നതിൻ്റെ ചലനങ്ങൾ കാണാൻ പറ്റും, കാണാനും കേൾക്കാനും പറ്റും. എന്ന് മാത്രമല്ല, കാണുകയും കേൾക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, ആ ഒരു അനുഭവം അവനെ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്തു. തെളിവെന്താണെന്നറിയാമോ? കണ്ടാറേ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ഞാൻ മതി. ഇവന്റെ മുൻകാല ജോലി എന്നായിരുന്നു അറിയാവോ ആർക്കെങ്കിലും? 9-ാം വാക്യം. എന്നാൽ ശിമോൻ എന്നു പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമര്യ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. ഇവൻ മഹതി എന്ന ദൈവശക്തി ആകുന്നു എന്നും പറഞ്ഞ് ആബാലവൃദ്ധം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു. അപ്പോൾ ആ പഞ്ചായത്ത് മുഴുവനും ഇവൻ കൺകെട്ട് വിദ്യ നടത്തി കീഴടക്കി വെച്ചിരിക്കുകയാണ്. ഇവനൊരു പൈശാചിക സേവയുള്ളവനാണ്. മഹതി എന്ന ദൈവശക്തി അവനുണ്ടെന്ന് അവൻ അവകാശപ്പെടുന്നു. അതവിടെയുള്ളവരെല്ലാം വിശ്വസിച്ചിരുന്നു. സ്തോത്രം. അങ്ങനെ ഒരു ദേശത്തെ കുറേ വർഷം അവൻ കൈയടക്കി വെച്ചു. അപ്പോൾ ഫിലിപ്പോസ് വരുന്നത്. ഫിലിപ്പോസിൻ്റെ ശുശ്രൂഷയാൽ ഇവനും സ്നാനപ്പെട്ട് ചർച്ച ചേർന്നു. പക്ഷേ ഇവന് ശരിക്കും മാറ്റം വന്നിട്ടില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാം, ഒന്നും അത്ര വലിയൊരു അപകടമൊന്നും അല്ല. എല്ലാ കാര്യവും ശരിയായിട്ട് സ്നാനപ്പെടുത്താൻ പറ്റൂല. അവൻ സ്നാനപ്പെടാൻ വന്നു, സ്നാനപ്പെടുത്തി. പക്ഷേ അവൻ്റെ ഉള്ളിലൊരു ചെറിയ മാറ്റം ഇനിയും വരാനുണ്ട്. അവന് കാര്യങ്ങളെക്കുറിച്ച് ശരിയായൊരു ഗ്രാഹ്യമില്ല. അപ്പോഴാണ് ഈ ആത്മപകർച്ച കണ്ടത്. ഇവൻ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നതും ഒരു സ്പിരിറ്റിൻ്റെ പണിയാണ്. ഈവിൾ സ്പിരിറ്റാണെന്നേ ഉള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ളതിൻ്റെ വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാവും. അവൻ അകക്കണ്ണ് തുറന്നു. ഇത് ആത്മലോകത്തിലെ കാര്യമല്ലേ. സ്പിരിറ്റ് വേൾഡ് അത്ഭുതമാണ്. സ്പിരിറ്റ് വേൾഡിലോട്ട് നമ്മളെ കണക്ട് ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ഈ മനുഷ്യൻ പാവം, അവൻ്റെ അറിവില്ലായ്മയാണ്. അവൻ പോക്കറ്റിലുണ്ടായിരുന്ന പൈസ എടുത്തിട്ട് പത്രോസിൻ്റെ കയ്യിലോട്ട് കൊടുത്തു. ഇവൻ്റെ സ്വഭാവം വെച്ച് ഇവൻ ഇങ്ങോട്ട് മേടിക്കത്തേ ഉള്ളൂ, അങ്ങോട്ട് കൊടുക്കത്തില്ല. കാരണം തൊഴിലതല്ലേ. ഏറ്റവും ബുദ്ധിയുള്ളവരായി ഈ ആഭിചാരവും മന്ത്രവാദമായിട്ട് നടക്കുന്നത്. അവർക്ക് മറ്റുള്ളവരെ പറ്റിക്കുക എന്നുള്ളതിൽ അവർ
സ്പെഷ്യലൈസ് ചെയ്തവരാണ്. അപ്പം അവരുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നൊരു പ്രശ്നമേ വരുന്നില്ല. അവർ കയ്യിലുള്ള പൈസ എടുത്ത് അപ്പോസ്തലന്മാർക്ക് കൊടുത്തപ്പോൾ ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിപ്പാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരണമെന്ന് പറഞ്ഞു. സ്തോത്രം. അടുത്ത വാക്യം. പത്രോസ് അവനോട്, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധി. മതി, ഇത്രയേ ഉള്ളൂ. അതിനുവേണ്ടി പണം പോലും മുടക്കാൻ മന്ത്രവാദിയായ ഒരു മനുഷ്യൻ മുന്നോട്ട് വന്നെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച എത്രയോ സ്വാധീനമുണ്ടാക്കി. പൈസ കൊടുത്താൽ കിട്ടുകയെന്നുള്ള കാര്യം അവൻ അറിയില്ലായിരുന്നു. അപ്പോൾ അത്രമാത്രം ചലനമുണ്ടാക്കി ആത്മപകർച്ച. വാസ്തവത്തിൽ ഫിലിപ്പോസ് പത്രോസിനെ വിളിച്ചു വരുത്തിയത് എത്രയോ നന്നായി. കാരണം ഇവൻ സ്നാനപ്പെട്ട് ചർച്ചിലെ മെമ്പറായിരുന്നു. ഇവൻ ആത്മസ്നാനം പ്രാപിക്കാതെ സഭയിൽ നിന്നിരുന്നെങ്കിൽ പിന്നത്തേതിൽ ദോഷമാകുമായിരുന്നു. താൻ അവരെ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന ആ പ്രേയർ നടത്തിയത് നന്നായി. ആത്മപകർച്ചയുടെ 7ാമത്തെ മാർഗമാണ് കൈവച്ച് പ്രാർത്ഥിപ്പിക്കുക എന്ന മാർഗം. ഇത് ദൈവദാസന്മാർ ചെയ്യേണ്ടതാണ്. പുതിയതായിട്ട് വരുന്ന മുഴുവൻ ദൈവമക്കളെയും ചർച്ചിലേക്ക് വരുന്ന എല്ലാവരെയും ആത്മസ്നാനത്തിലേക്ക് നടത്തേണ്ടതാണ്. അതിനുവേണ്ടി സഭ പ്രാർത്ഥിക്കണം, ലീഡേഴ്സ് പ്രാർത്ഥിക്കണം. ഈ കോമ്പൗണ്ടിനകത്ത് കാലുകുത്തുന്നവർ, ഈ ചർച്ചിനകത്ത് കാലുകുത്തുന്നവർ എല്ലാവരും ആത്മാവിൽ നിറയപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് സാധിക്കും. അത് അവൈലബിളാണ്. ഇന്ന് രാത്രിയിലും അത് സാധിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആത്മപകർച്ച ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? അതാണ് തുടർന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ആത്മപകർച്ച ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? യെശയ്യാ പ്രവചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 32-ാം അധ്യായം. പതിനഞ്ചാമത്തെ വാക്യം. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. അന്ന് മരുഭൂമിയിൽ ന്യായം വസിക്കും, ഉദ്യാനത്തിൽ നീതി പാർക്കും. നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും നിർഭയതയും ആയിരിക്കും. ആമേൻ. ആത്മപകർച്ച ഉണ്ടായാൽ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. അതിൻ്റെ മുകളിൽ മുഴുവൻ നെഗറ്റീവായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ജനത്തിൻ്റെ 13 മുതൽ വായിച്ചാട്ടെ. എൻ്റെ ജനത്തിൻ്റെ ദേശത്ത് ഉല്ലസിത നഗരത്തിലെ സകല സന്തോഷ ഭവനങ്ങളിലും മുള്ളും പറക്കാരയും മുളയ്ക്കും. മനസ്സിലായോ? സന്തോഷം നഷ്ടപ്പെട്ടു പോയ വീടുകൾ, ശാപം കുടികൊള്ളുന്ന വീടുകൾ, സമാധാനം അറ്റുപോയ വീടുകൾ. എന്താണ് ഇതിൻ്റെ കാരണം? എന്തോ ഉണ്ട് അതിൻ്റെ പുറകിൽ. ഏതോ തലമുറകളായി കൈമാറി വരുന്ന ശാപങ്ങൾ, ദോഷങ്ങൾ, നെഗറ്റീവായിട്ടുള്ള വർത്തമാനങ്ങൾ, എന്തൊക്കെയോ ഇങ്ങനെ വീടിനകത്ത് ഇങ്ങനെ കെട്ടിക്കിടക്കുക. അടുത്ത വാക്യം. അരമന ഉപേക്ഷിക്കപ്പെടും, ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമായി തീരും.
ഭയങ്കരമായ ഒരു നാശത്തിൻ്റെ ചിത്രം പ്രവാചകൻ കാണുക. അടുത്തത്, കുന്നും കാവൽ മാളികയും സദാകാലത്തേക്കും ഗുഹകളായി ഭവിക്കും. അവ കാട്ടുകഴുതകളുടെ സന്തോഷസ്ഥാനവും ആട്ടിൻകൂട്ടങ്ങളുടെ മേച്ചിൽപ്പുറവും ആയിരിക്കും. ഇതുവരെ വായിച്ചത് അതിൻ്റെ മുകളിലുള്ളത് എല്ലാം കൂടെ എടുത്താൽ, അതായത് 9 മുതൽ 15 വരെ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ശാപമാണ്, ശപിക്കപ്പെട്ട അവസ്ഥയാണ്. അത് ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ, വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, ഭരണകേന്ദ്രങ്ങളിൽ എല്ലാം ശാപം വാഴുകയാണ്. എന്നാ അതിന് പരിഹാരം? അതാണ് മനോഹരമായൊരു പ്രോമിസ്, സ്വർണവാക്യം, ഗോൾഡൻ വേർഡ്സ്. ഇതിനൊരു ഒരു ലിമിറ്റുണ്ട്. ഈ നെഗറ്റീവ് കാര്യങ്ങൾക്ക്, ഈ ശാപങ്ങൾക്ക് ഒരു ലിമിറ്റ് ഇട്ടിട്ടുണ്ട്. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മപകർച്ച ഉണ്ടായാൽ ശാപങ്ങളുടെ മേൽ ജയമുണ്ടാകും. കർത്താവേ, ഇന്ന് രാത്രി അത് ഇവിടെ സംഭവിക്കണമേ. എല്ലാ വീടുകളിലും അത് സംഭവിക്കണമേ. എല്ലാ യൗവനക്കാരിലും അത് സംഭവിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ശാപങ്ങൾ മാറിപ്പോകട്ടെ. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരുമ്പോൾ അന്തരീക്ഷം മാറുമെന്നുള്ള വചനം ഞങ്ങൾ ഇന്ന് രാത്രി വിശ്വസിച്ച് ഈ അന്തരീക്ഷത്തിൽ വിളംബരം ചെയ്യുന്നു. ആത്മപകർച്ച ഉണ്ടായാൽ ശാപങ്ങൾ കാർമേഘം മാറുന്നത് പോലെ മാറും. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരുവോളം ഇതൊരു ലിമിറ്റാണ്. അതിനപ്പുറത്തേക്ക് അത് നിൽക്കത്തില്ല. കടലിനെ മണല് കൊണ്ട് അതിരിട്ടു. ഇവിടെ വരെ നിനക്ക് വരാമെന്ന് പറഞ്ഞു. ഇതുപോലെ പ്രൊഫറ്റിക്കലി ഒരു വരയിട്ടിരിക്കുകയാണ്, ഒരു ലിമിറ്റ് ഇട്ടിരിക്കുകയാണ്, ഒരു വരയിട്ടിരിക്കുകയാണ്. ആത്മപകർച്ച വരെയേ ഈ കളിയൊക്കെ നടക്കത്തുള്ളൂ. എപ്പോൾ ആത്മപകർച്ച ആഴത്തിൽ സംഭവിക്കുമോ അപ്പോൾ എല്ലാ പൈശാചിക സാധ്യതകളും ദേശം വിട്ടുപോകും, സഭ വിട്ടുപോകും, വ്യക്തികളെ വിട്ടുപോകും. ഇന്ന് നിങ്ങൾ സ്വതന്ത്രരാകുകയാണ്. ആത്മപകർച്ച അതൊരു ലിമിറ്റാണ്. അതിനപ്പുറത്തേക്ക് സാത്താന്യ ശക്തിക്ക് പ്രവേശനമില്ല. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 5-ാം വാക്യവും 6-ാം വാക്യവും. അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി തിമ്നയ്ക്കരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ അവൻ അതിനെ ഒരാട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. അന്ന് എല്ലാവർക്കും ആത്മസ്നാനമില്ല, അഭിഷേകമില്ല. ചില വ്യക്തികൾക്ക് മാത്രം അനുവദിച്ചിരുന്ന ഒരു പ്രത്യേക കോളിങ്ങിൻ്റെ ഭാഗമാണ് ആത്മശക്തി. അങ്ങനെ ആ കാലത്ത് അങ്ങനെയൊരു കൃപയുള്ള മനുഷ്യനാണ് ശിംശോൻ. അവൻ പയ്യനാണ്, അൺമാരീഡാണ്. അവനും അവൻ്റെ അപ്പനും അമ്മയും കൂടെ പോവുകയാണ്. പോണ വഴിക്ക് മുന്തിരിത്തോട്ടത്തിനരികെ വെച്ച് ഒരു ബാലസിംഹം അവൻ്റെ നേരെ അലറി വന്നു.
സിംഹത്തിന് ആള് മാറിപ്പോയി. ഇവൻ സാധാരണ മനുഷ്യനല്ല, ഇവൻ അഭിഷേകമുള്ള മനുഷ്യനാണ്. കണ്ടാൽ ഒരു വ്യത്യാസമില്ല. 2 കാല്, 2 കൈ, പ്രത്യേകിച്ച് ഒരായുധം പോലും കയ്യിലില്ല. എന്തെങ്കിലും കത്തിയോ വടിയോ തോക്കോ ഒക്കെ ഉണ്ടെങ്കിൽ കുറേയൊക്കെ രക്ഷപ്പെടണം. ഒന്നുമില്ല, സാധാരണ മനുഷ്യൻ. സിംഹത്തിന് ആള് മാറിപ്പോയി. ശ്രദ്ധിക്കുക, പത്രോസിന്റെ ലേഖനത്തിൽ ഒരു സിംഹത്തെ കാണാം. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ. സെയിം തിങ്ങാണ് ഇവിടെ, അലറിക്കൊണ്ട് ചാടുക. ഇത് തന്നെയാണ് പത്രോസ് കാണുന്നത്. അത് ആത്മാവിലാണ്. ഇന്ന് രാത്രി മുതൽ പിശാചിന് ആള് മാറിപ്പോകാൻ പോവാ. നീ സാധാരണക്കാരനല്ലെന്ന് അവൻ തിരിച്ചറിയട്ടെ. നീ സാധാരണക്കാരി അല്ലെന്ന് അവൻ തിരിച്ചറിയട്ടെ. എന്താ പരിശുദ്ധാത്മാവോടെ ചെയ്തതെന്ന് നോക്കി. അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. ഞാൻ ഇങ്ങനെ മനസ്സിലാക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇവന്റെ മനസ്സ് ആദ്യം അതിനെ സിംഹമാണെന്ന് കണ്ടു. ആത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ അതിനെ ആട്ടിൻകുട്ടിയാണെന്ന് കണ്ടു. ശത്രുവിനെ ചെറുതായി കാണുന്ന ഒരഭിഷേകം പ്രാപിക്കണം ഇന്ന് രാത്രി. സ്വീകരിച്ചോ ഇന്ന് രാത്രി, സ്വീകരിച്ചോ ഇന്ന് രാത്രി. സാധാരണയുള്ള സിംഹത്തെക്കാൾ ഇരട്ടി ഭയപ്പെടുത്തുന്നതാണ് അലറുന്ന സിംഹം. നിന്റെ പ്രശ്നത്തെ 10 ഇരട്ടി വലുതാക്കി പിശാച് ഇന്ന് രാത്രി മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നു. അഭിഷേകം വന്നു കഴിയുമ്പോൾ, ആത്മാവ് ഇറങ്ങിക്കഴിയുമ്പോൾ, ആത്മശക്തി ഒഴുകിക്കഴിയുമ്പോൾ നീ തന്നെ പറയും, അയ്യോ ഇത് തീരെ നിസ്സാരമാണ്. ശത്രുവിനെ വലുതായി കാണുന്നത് ഇന്ന് രാത്രി നിൽക്കട്ടെ, അവസാനിക്കട്ടെ. ശത്രുവിനെ വലുതായി കാണരുത്. പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നത്? നമ്മുടെ അകത്ത് ബോധ്യങ്ങളെ മാറ്റുകയാണ്. പരിശുദ്ധാത്മാവ് ഇവന്റെ ഉള്ളിൽ ധൈര്യം കൊടുക്കുകയാണ്. ഇത് നിനക്ക് നിസ്സാരമായിട്ട് മാനേജ് ചെയ്യാം. ഞാൻ ഇന്ന് രാത്രി പ്രവചിക്കുകയാണ്, ഇത് നിനക്ക് നിസ്സാരമായിട്ട് മാനേജ് ചെയ്യാം. ഈ വിഷയത്തെ നിനക്ക് മാനേജ് ചെയ്യാം. നിനക്ക് വലുതെന്ന് തോന്നുന്ന വിഷയം ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകർന്നാൽ പ്രശ്നം ചെറുതായി മാറും, പ്രതിയോഗി ചെറുതായി മാറും, പ്രതിസന്ധി ചെറുതായി മാറും. നിന്റെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കും. കയ്യിലൊന്നുമില്ലാതിരിക്കെ അവനതിനെ കീറിക്കളഞ്ഞു. ലോകത്തിൽ ഒരു സിംഹത്തിനും ഈ ഗതികേട് പറ്റിയിട്ടില്ല. സാധാരണ മനുഷ്യനാണെന്നാ വിചാരിച്ച്. സാധാരണ മനുഷ്യനും ആത്മനിറവുള്ള മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം അറിയുന്നത് എപ്പോഴാണെന്നറിയോ? സിംഹത്തിന്റെ മുമ്പിലാ, സഭായോഗത്തിലല്ല, പ്രശ്നത്തിന്റെ മുൻപിലാണ്, പ്രഷറിന് മുമ്പിലാണ്, എതിർപ്പിന്റെ മുൻപിലാണ്. ഇന്ത്യയിൽ എതിർപ്പ് കൂടിയിരിക്കുകയാണ്. സഭ അതിൻ്റെ ശക്തി തിരിച്ചറിയുന്ന വർഷമാണിത്. ഹല്ലേലൂയ. ശിംശോന്റെ മേൽ വന്ന അതേ ആത്മാവ് ഇന്ന് രാത്രി ഈ ജനത്തിൻ്റെ മേൽ വരട്ടെ. കൊതിയോടെ വന്നിരിക്കുന്ന സഹോദരിമാരുടെ മേൽ, സഹോദരന്മാരുടെ മേൽ പകരട്ടെ.
സ്തോത്രം 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 സ്തോത്രം. ഇതൊരു മിഷണറി ചർച്ചാണ്, ഇതൊരു മിഷൻ ചർച്ചാണ്. ഒത്തിരി പ്രോജക്റ്റ് ഈ സഭയെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു വലിയ ആത്മപകർച്ചയാ ഈ സഭയുടെ മേലുണ്ടാകണം, ഈ സഭയുടെ മേലുണ്ടാകണം, ഈ സഭയുടെ മേലുണ്ടാകണം, ഈ സഭയിലെ യുവാക്കളുടെ മേലുണ്ടാകണം, മിഷണറിമാരുടെ മേലുണ്ടാകണം. ഈ സഭയിൽ നിന്ന് പോയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും ഒരു ആത്മപകർച്ച വെളിപ്പെടണം. പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം. ശക്തിയോടെ ആത്മാവിൽ